ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരേ നമ. ഇന്ന് നമ്മൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു. അതെന്താ പറയുന്നത് വെച്ചാൽ ഹയജാതനായ ഹരിയുടെ കഥ. ഭഗവാൻ കുതിര ആയിട്ട് ജനിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കഥയാണ് പറയുന്നത്. മഹാലക്ഷ്മി പ്രസവിച്ച പിഞ്ചു ബാലൻ ആരാണ് എടുത്ത് രക്ഷിച്ചത്? ആ വൻകാട്ടിൽ അവന് ആരാണ് ഒരാശ്രയം എന്ന് ജനമേജയ മഹാരാജാവിനെ അറിയണം. ലക്ഷ്മീനാരായണന്മാർ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ചമ്പകൻ എന്ന പേരായ വിദ്യാധരൻ തന്റെ പത്നിയെ മദാലസയോടുകൂടി വിമാനത്തിൽ ആ കാട്ടിൽ വന്നിറങ്ങി. വിദ്യാധരൻ കാട്ടിലൊരു സുന്ദരനായ ബാലനുണ്ട് ഒറ്റക്ക് കിടക്കുന്നത്. അയ്യോ, അത് കണ്ട സമയത്ത് ചമ്പകൻ വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങി കുട്ടിയുടെ അടുത്തെത്തി വാത്സല്യത്തോടെ ലാളിച്ചു. ദരിദ്രന് നിധി കിട്ടിയ പോലുള്ള സന്തോഷമായിരുന്നു ചമ്പകന്. അത്രമാത്രം സന്തോഷം. ഒരു പൊന്നുംകുടം പോലത്തെ ഉണ്ണീനല്ലേ കണ്ടത്, അത് പെൺകുട്ടിയല്ല, ആൺകുട്ടി. ചമ്പകൻ കുട്ടിയെ തന്റെ പത്നിയായ മദാലസയെ ഏൽപ്പിച്ചു. അവൾക്കും ആ ബാലനെ കണ്ട് വളരെയധികം സന്തോഷമായി. അതുകൊണ്ട് നല്ലത്, ചിലത് ആണുങ്ങൾക്ക് സന്തോഷമായാലും പെണ്ണുങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. കുട്ടിയെയും എടുത്ത് വിമാനത്തിൽ ചമ്പകനോടൊപ്പം കയറി. ഉണ്ണി ജനിച്ചപാടെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. തന്റെ ഭർത്താവിനോട് അവൾ ചോദിച്ചു, ഇത് ആരുടെ കുട്ടിയായിരിക്കും? ഇവനവർ എന്തുകൊണ്ടാവും കാട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക? എന്തായാലും യോമനപുത്രൻ എനിക്ക് ത്രയംബകൻ തന്നതാണ്. മഹാദേവൻ മദാലസയുടെ ആഗ്രഹം കേട്ടപ്പോൾ ചമ്പകൻ പറഞ്ഞു, നമുക്ക് ഇന്ദ്രന്റെ അടുത്ത് പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ചമ്പകൻ നേരെ ഇന്ദ്രന്റെ മാളികയിലേക്ക് പോയി. ഇന്ദ്രനെ വന്ദിച്ചുകൊണ്ട് ചമ്പകൻ പറഞ്ഞു, എനിക്ക് ഈ സുന്ദരനായ ബാലനെ ലഭിച്ചത് കാളിന്തി തമസ നദിയുടെ തീരത്ത് വെച്ചാണ്. അത് രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലത്ത്. അങ്ങനത്തെ സമ്മതമാണെങ്കിൽ ഞാൻ ഇവനെ പുത്രനായി സ്വീകരിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്തിനാ അയാളെ സമ്മതം അറിയുന്നു? ഈ ഉദ്യാസനായ ദേവേന്ദ്രന്റെ. ചമ്പകന്റെ വാക്കുകൾ വിട്ട് ഇന്ദ്രൻ പറഞ്ഞു, അശ്വത്തിന്റെ രൂപത്തിൽ വാസുദേവന് ലക്ഷ്മിയിൽ പിറന്ന മകനാണ് ഈ ഹൈഹയൻ. പറഞ്ഞുകൊടുത്തു. ഞാൻ അറിയാഞ്ഞിട്ട് വളർത്താണ്ട് കണ്ട മഹാവിഷ്ണുവിന്റെ പുത്രനല്ലേ. യയാതിയുടെ മകനായ തുർവസുവിന് നൽകാൻ വിഷ്ണു സൃഷ്ടിച്ചതാണ് ഈ കുമാരനെ. വിഷ്ണുവിന്റെ പ്രേരണ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തും. അവർ എത്തുന്നതിന് മുമ്പായി ഈ ബാലനെയും കൊണ്ട് അവിടെ എത്തണം. കാലതാമസം ഉണ്ടാകരുത്. ആ പാർത്ഥിവൻ പുത്രനെ ലഭിച്ച് സന്തോഷിക്കട്ടെ. ഏകവീരൻ എന്ന പേരിൽ അവൻ പ്രസിദ്ധനായിത്തീരും. ഇത് എനിക്ക് വിധിച്ചതല്ല, ഇത് മറ്റേയാൾക്ക് വിധിച്ചതാണെന്ന് പറഞ്ഞു ഉർവസൂനി. ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ചമ്പകൻ കുട്ടിയെയും കൊണ്ട് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കിടത്തി. ചമ്പകൻ സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയം കമലാകാന്തൻ ലക്ഷ്മിയോടൊപ്പം തുർവസു രാജാവിന്റെ അടുത്തെത്തി. വിഷ്ണു വിമാനത്തിൽ നിന്നിറങ്ങുന്നത് കണ്ട ഉടൻ രാജാവ് വേഗം ചെന്ന് വിഷ്ണുവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, ദേവദേവ, സമസ്ത ലോകാധിപ, യോഗികൾക്ക് കൂടി ലഭിക്കാത്ത ഭാഗ്യമാണ് അങ്ങയുടെ ദർശനം കൊണ്ട് എനിക്ക് ലഭിച്ചത്. ഭഗവാൻ നേരിട്ട് പോവുകയല്ലേ, നിന്നെന്ത് വേണ്ടത്? നിസ്പൃഹന്മാർക്ക് മാത്രമേ അങ്ങയുടെ ദിവ്യ ദർശനം സാധ്യമാകൂ. ഞാൻ ആ ദർശനത്തിന് യോഗ്യനാണോ ഭഗവാനെ? അതൊന്ന് പറയണേ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് അങ്ങനെ സ്തുതിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ സ്തുതിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങക്ക് എന്താ വരം വേണ്ടത്, അത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഭഗവൻ, ഞാൻ പുത്രാർത്ഥമായിട്ടാണ് തപസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഹേ രാജൻ, കാളിന്തി നദിയുടെയും തമസാ നദിയുടെയും സംഗമസ്ഥാനത്തേക്ക് പോയാലും ലക്ഷ്മി ദേവി പ്രസവിച്ച ഒരു കുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ടാവും. ആ കുഞ്ഞിനെ അങ്ങ് എടുത്ത് കൊട്ടാരത്തിലേക്ക് പോയാലും എന്ന് പറഞ്ഞു. അപ്പം ഭാര്യ പ്രസവിച്ചിട്ടൊരു കുഞ്ഞുണ്ടാവാൻ യോഗമില്ല, അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടും. ഹരിയുടെ സന്തോഷപ്രദമായ വാക്കുകൾ കേട്ട രാജാവിന് സന്തോഷമായി. വരം കൊടുത്ത് രമയും രമാകാന്തനും വിമാനത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഭഗവാന്റെ യാത്രയ്ക്ക് ശേഷം രാജാവ് രഥത്തിൽ കയറി വിഷ്ണു പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. നദീതീരത്തെത്തിയപ്പോൾ അവിടെ നിലത്ത് കളിച്ച് കിടക്കുന്ന അതീവ സുന്ദരനായ ആ പിഞ്ചുബാലൻ രാജാവ് കണ്ടു. കരയുന്നൊന്നുമില്ല, ഇങ്ങനെ കിടന്നിട്ട് കയ്യും കാലോട്ടടിച്ചിട്ട് കിടക്കുകയെന്ന്. ഒരു മൃഗങ്ങളൊന്നും കണ്ടിട്ടുമില്ല കുഞ്ഞിനെ. കൈകൊണ്ട് കാലിന്റെ പെരുവിരൽ പിടിച്ചു വായിൽ വെച്ച് കുടിച്ചു രസിക്കുന്ന ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പുത്രനെ കണ്ട് രാജാവിന്റെ മുഖം വിടർന്ന താമരപുഷ്പം പോലെയായി. അത്രയും സന്തോഷമായി എന്നർത്ഥം. രാജാവ് വേഗം ചെന്ന് ആ ബാലനെ എടുത്ത് മാറത്ത് അടക്കി പിടിച്ച് ലാളിച്ച് മൂർധാവിൽ ചുംബിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? കുമാര, നിന്നെ എനിക്ക് വരപ്രസാദമായി തന്നതാണ്. നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചാലും, ഇത് പും എന്ന നരകമുണ്ടല്ലോ,
അതിൽ നിന്ന്. ഞാൻ 100 കൊല്ലം കഠിന തപസ് അനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിപ്പിച്ച് ലഭിച്ച പുത്രനാണ് നീ. എനിക്ക് വേണ്ടി നിന്റെ അമ്മയായ ലക്ഷ്മി ദേവി നിന്നെ വിട്ട് പിരിഞ്ഞതാണ് മകനെ. രാജാവ് കുട്ടിയെയും എടുത്ത് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം സ്തുതിപാഠകന്മാരും ജനങ്ങളും സന്തോഷത്തോടെ രാജാവിനെ എതിരേറ്റു. രാജാവ് കുഞ്ഞിനെയും എടുത്ത് അന്തഃപുരത്തിലേക്ക് പോയി തന്റെ പത്നിയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു പറഞ്ഞു, അതെ, ഈ സമ്മാനം എനിക്ക് ശ്രീ രമാമാധവൻ ഭഗവാൻ തന്നതാണ്. ജനാർദ്ദന ലക്ഷ്മി ജനിച്ച ആ കുമാരനെ കണ്ട് രാജാവിന്റെ ആജ്ഞയും ആനന്ദത്തിൽ ആറാടി. മകന്റെ ജന്മോത്സവം രാജാവ് ഗംഭീരമായി കൊണ്ടാടി. ധാരാളം ദാനങ്ങളും മറ്റും ചെയ്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. മകനു ഏകവീരൻ എന്ന നാമകരണവും ചെയ്തു. അത് പറയുന്ന ആ ഭഗവാൻ മറ്റേയാളോട് പറഞ്ഞതല്ലേ, ആ യക്ഷനോട്. അപ്പൊ അതിവിടെ അതുപോലെ ആ പേരെന്നെ വിളിക്കുകയും ചെയ്തു. ഹരിക്കുള്ള എല്ലാ ഗുണങ്ങളും ചേർന്ന ദേവസമാനനായ ആ ബാലൻ തുർവസൂനും പത്നിക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട് വളർന്നു. തന്റെ പത്നിയുടെ സ്നേഹപൂർവമായ പരിചരണവും അനുഭവിച്ചുകൊണ്ട് രാജാവ് സർവഗുണങ്ങളും ഒത്തുചേർന്ന മകനോടുകൂടി കൊട്ടാരത്തിൽ സന്തോഷപൂർവ്വം വാണു എന്നുള്ള ഒരു ഗുണപാഠത്തോടു കൂടിയാണ് ഈ കൈകോൽപ്പത്തി എന്ന 20-ാം അധ്യായം സമർപ്പിക്കുന്നത്. ഇനിയിപ്പോ 21-ാമത്തെ അധ്യായത്തിൽ ഏകവീരന് അഭിഷേകം കഴിക്കണ്ടേ. വലുതായി, കുട്ടി വലുതായി. തുർവസു രാജാവ് എന്ത് ചെയ്തു? മകന്റെ ജാതകർമാദി കാര്യങ്ങളൊക്കെ ആഘോഷമായി നടത്തി. അച്ഛന്റെയും അമ്മയുടെയും ലാളനേറ്റ ആ ബാലൻ ബാലസൂര്യനെ പോലെ വളർന്ന് കൊട്ടാരത്തിൽ അങ്ങനെ കളിച്ചു സുഖിച്ചു സന്തോഷിച്ചു. പുത്രനുണ്ടായത് കൊണ്ട് പിതൃ ഋണം വീട്ടാൻ ആളുണ്ടല്ലോ എന്ന സമാധാനത്തോടെ രാജാവ് മകന്റെ ചോറൂണ് കഴിച്ചു, ശൗളകർമ്മം കഴിച്ചു, 11 വയസ്സ് ഉപനയനം കഴിച്ചു. മകൻ വിദ്യാമ്പണ നടത്തി. അനവധി ദാനവും മറ്റും ബ്രാഹ്മണർക്കും പ്രജകൾക്കുമായി രാജാവ് നൽകി. വേദാംഗ ശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞ മകനെ പൂയൻ നാളും ഞായറാഴ്ചയും കൂടി ശുഭമുഹൂർത്തത്തിൽ രാജ്യാഭിഷേകം നടത്താൻ തീരുമാനിച്ചു. വേദജ്ഞരായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി പ്രധാന തീർത്ഥങ്ങളിലെ ജലം കൊണ്ടുവന്നു അത് മന്ത്രപൂർവ്വം കുമാരന് അഭിഷേകം നടത്തി മകനെ രാജ്യഭാരം ഏൽപ്പിച്ച് രാജാവ് പത്നിയോടുകൂടി ഭഗവത് ഭജനത്തിനായി യാത്രയാവുകയും ചെയ്തു. കുട്ടിയുണ്ടായി. കുട്ടീനെ അഭിഷേകം കഴിച്ച് രാജാവ് പോയി. മൈനാകപർവ്വതത്തിന്റെ ശിഖരത്തിൽ ദൃഢചിത്തത്തോടെ പരാശക്തിയെ ഭജിക്കാൻ തുടങ്ങി. കാലം കടന്നുപോയപ്പോൾ രാജാവും പത്നിയും സുഹൃത്തുക്കളുടെ വാസസ്ഥാനമായ ദേവലോകം പ്രാപിച്ചു. അച്ഛൻ ദിവംഗതനായതറിഞ്ഞ ഏകവീരൻ മാതാപിതാക്കളുടെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. അതിനുശേഷം അച്ഛൻ തന്റെ കയ്യിൽ ഏൽപ്പിച്ച രാജ്യഭരണം സുഗമമായി നടത്തി. വളരെ അനുസരണയിലെ കുട്ടിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. രാജ്യം ഭംഗിയായിട്ട് ഭരിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തുണ്ടായിരുന്നോ, ഏകവീരൻ മന്ത്രിപുത്രന്മാരോടുകൂടി അശ്വാരൂഢനായി ഗംഗാതീരത്തെത്തിച്ചേർന്നു. പണ്ടുകളുടെ ശങ്കാര ശബ്ദവും കോകിലങ്ങളുടെ കൂജനങ്ങളും കേട്ടുകൊണ്ട് ഏകവീരനും മന്ത്രിപുത്രന്മാരും നടന്നു. ധൂമം പരക്കുന്ന ആശ്രമങ്ങൾ, വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഗംഗാനദിയിൽ സഹസ്രതല പത്മത്തെയും അതിനടുത്തായി സുന്ദരിയായ ഒരു യുവതിയെയും ഏകവീരൻ കണ്ടു. സഹസ്രതല പത്മം ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ അടുത്തൊരു സുന്ദരി, സർവാംഗ സുന്ദരിയായവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നത് കൊണ്ട് രാജകുമാരൻ അവിടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തു പറ്റി? ആരാണ് നീ? എന്താണ് ഇങ്ങനെ ഒറ്റക്ക് നിന്ന് കരയുന്നത്? എന്റെ നാട്ടിൽ നിന്നെ ദ്രോഹിക്കാൻ ആരും പുറപ്പെടുകയില്ല. ഈ ഗംഗാനദിയുടെ തീരത്ത് ഒറ്റക്ക് നിന്ന് ദുഃഖിക്കുന്നതിന് കാരണം പറയൂ സുന്ദരി എന്ന് പറഞ്ഞു. കഷ്ടം തന്നെ രാജേന്ദ്ര. അങ്ങയുടെ രാജ്യത്തിന്റെ അടുത്തുള്ള ദേശത്ത് രൈഭ്യൻ എന്നൊരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രുക്മരേഖ. അവർക്ക് പുത്രന്മാർ ഉണ്ടായില്ല. ഒരു ദിവസം രുക്മരേഖ തന്റെ പതിയോട് പറഞ്ഞു, രാജൻ, കുട്ടികളില്ലാത്ത നമ്മുടെ ജീവിതം നിഷ്ഫലമാണല്ലോ അല്ലേ? തന്റെ പത്നിയുടെ നിർബന്ധത്തിന് വഴങ്ങി പുത്രകാമേഷ്ടി നടത്താൻ രാജാവ് തീരുമാനിച്ചു. വേദജ്ഞരായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി ഹോമത്തിന് നെയ്യൊഴിക്കുമ്പോൾ അതിൽ നിന്ന് ജ്വലിക്കുന്ന തേജസ്സോടുകൂടി ഒരു സുന്ദരി പ്രത്യക്ഷപ്പെട്ടു. അസാധാരണ സൗന്ദര്യമുള്ളവളായിരുന്നു ആ കന്യക. ഹോതാവായ ബ്രാഹ്മണൻ പറഞ്ഞു, ഈ ഹോമാഗ്നിയിൽ നിന്നുണ്ടായ സുന്ദരിയെ അങ്ങ് സ്വീകരിക്കുക. ഇവൾ ഏകാവലി എന്ന പേരിൽ അറിയപ്പെടും. രാജാവ് ആ പെൺകുടിയെ പത്നിയായ രുക്മരേഖയെ ഏൽപ്പിച്ചു. പുത്രനുണ്ടാവാനാണ് പുത്രകാമേഷ്ടി നടത്തിയത്. അതിനാൽ പുത്രനെ പോലെയാണ് രാജ്ഞി
ആ പെൺകുട്ടിയെ വളർത്തിയത്. ചിലവരങ്ങനെയുണ്ടല്ലോ, പെൺകുട്ടീനെ ആൺകുട്ടീനെ വളർത്തും പോലെ വളർത്തും. അവരുടെ ജാതകർമാദികൾ ചെയ്ത് ബ്രാഹ്മണർക്ക് ധാരാളം സ്വർണവും മറ്റും ദാനവും കൊടുത്തു. ആ മനോഹരിയിൽ ആളിച്ചുകൊണ്ട് രാജാവിന്റെ ആജ്ഞയും കാലം കഴിക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷിച്ചു കഴിയുന്ന കാലത്ത് ആ രാജാവിന്റെ മന്ത്രിയുടെ പുത്രിയായ ഞാനും അവളും കളിക്കൂട്ടുകാരികളായിരുന്നു. എൻ്റെ പേര് യശോവതി എന്നാണ്. വാസനയുള്ള താമരപ്പൂക്കൾ എവിടെ കണ്ടാലും ഏകാവലിക്ക് ആ സ്ഥലത്തേക്ക് പോകണം. ദൂരത്തെവിടെയെങ്കിലും താമരപ്പൂക്കൾ ഉണ്ടെന്നറിഞ്ഞാൽ ഏകാവലി അവിടേക്ക് പുറപ്പെടുകയായി. പിന്നെ രണ്ടാമതൊരു ആലോചന ഉണ്ടാവില്ല ആ കുട്ടിക്ക്. മകൾ താമര തിരഞ്ഞു നടക്കുന്നത് കൊണ്ട് രാജാവ് കൊട്ടാരത്തിൽ ഉദ്യാനത്തിൽ തന്നെ താമര വളർത്താൻ തുടങ്ങി. എന്നാലും അവൾ താമര അന്വേഷണം അവസാനിപ്പിച്ചില്ല. ഇവിടെ ഉണ്ടെങ്കിലും ദൂരമുള്ളത് വേണം അവൾക്ക്. അതിനാൽ ഞാനും സഖിയ രാജകുമാരിയും ഗംഗാതീരത്തെത്തി. എവിടെയെങ്കിലും താമരപ്പൂക്കൾ ഉണ്ടോ എന്ന് നോക്കാൻ നിത്യവും വരും. ഞങ്ങൾക്ക് രക്ഷക്കായി സായുധ പ്രാണികളായ കാവൽക്കാരെയും രാജാവ് കൂടെ അയച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ല. അങ്ങനെ രാവിലെ തോഴികളോടൊപ്പം ഗംഗാതീരത്തേക്ക് ഉല്ലസിക്കാൻ പോന്നു. രാജാവ് മകളുടെ രക്ഷക്കായി ആയുധധാരികളായ കാവൽക്കാരെയും കൂടെ അയച്ചിരുന്നു. അവളോടൊപ്പം വന്നതാണ് ഞാൻ. അപ്സരസ്സുകളുടെ കൂടെ ഏകാവലിയും താമരപ്പൂ കൊണ്ട് കളിച്ചു നടക്കുമ്പോൾ മഹാബലവാനായ കാലകേതു എന്നൊരു അസുരൻ അവിടെ എത്തി. ലാവണ്യവതിയായ എന്റെ സഖിയെ കണ്ട അസുരൻ കാമാർത്തനായി. ഞങ്ങൾ രണ്ടാളും പേടിച്ചു ആയുധധാരികളായ കാവൽക്കാരുടെ നടുവിൽ പോയി നിന്നു. ഞങ്ങള് രതീദേവിയെ പോലെ സുന്ദരിയായ ഏകാവലിയെ കണ്ട അസുരൻ വലിയ ഗതയുമെടുത്ത് കാവൽക്കാരെ തട്ടിമാറ്റി അവളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഞങ്ങളുടെ കാവൽക്കാരും അസുരൻ തമ്മിൽ ഭയങ്കരമായി ഏറ്റുമുട്ടി കേട്ടോ. ഞങ്ങളുടെ രക്ഷകന്മാരെ എല്ലാം വധിച്ച ദൈത്യൻ ഏകാവലിയെയും കൊണ്ടുപോയി. അവളുടെ പേടിച്ചു വിറച്ച നിൽപ്പ് കണ്ടപ്പോൾ ഞാനും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൂടെ പോയി. ഞാനും അവളും ദൈത്യന്റെ രഥത്തിൽ കയറിയിരുന്നു. അവളെ തന്റെ വശത്താക്കാൻ ദൈത്യൻ പരമാവധി ശ്രമിച്ചു. ഞങ്ങൾ ദൈത്യന്റെ മനോഹരമായ മാളികയിലെത്തി. ആ മാളികയിൽ അവൻ ഞങ്ങളെ താമസിപ്പിച്ചു. ആ അച്ഛൻ്റെ മേരെ കഷ്ടം ആലോചിച്ച് നോക്കിക്കോ. അവൻ ഏകാവലിയുടെ സമീപം വന്നു പറഞ്ഞു, നീ ഏതോ ഒരു മന്ത്രം കൊണ്ട് എന്നെ വശീകരിച്ചിരിക്കുകയാണ്. നീ എനിക്ക് വശകയാകൂ. ഞാൻ നിന്റെ ഈ ആസനാണ് സുന്ദരി. ഈ യൗവനം നിഷ്ഫലമാകാതിരിക്ക്. നീ എന്നെ ഭർത്താവായി സ്വീകരിച്ചാലും. അപ്പോൾ ഏകാവലി പറഞ്ഞു, ആ എൻ്റെ അച്ഛൻ എന്നെ ഹൈഹേ രാജകുമാരന് കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും അവനെ മനസ്സാ വരിച്ചിരിക്കുകയാണ്. ഞാൻ കുലധർമ്മം വിട്ടൊന്നും പ്രവർത്തിക്കുകയില്ല. ദുഷ്ട എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഞാൻ എപ്രകാരമാണ് അന്യനെ സ്വീകരിക്കുക? പെൺകുട്ടികൾ സ്വതന്ത്രകളല്ലല്ലോ. ഏകാവലി ഇപ്പോൾ ആ ദൈത്യന്റെ മാളികയിൽ തടങ്കലിലാണ്. വലിയ കോട്ടകളും കിടങ്ങുകളുമുള്ള ആ മാളികയിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല താനും ഈ കൂട്ടുകാരി പറഞ്ഞു. ഏകവീരൻ ചോദിച്ചു, നീ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഹൈഹേ രാജകുമാരൻ ഞാനാണ്. അവളെ എനിക്ക് നൽകാൻ അവളുടെ അച്ഛൻ നിശ്ചയിച്ചതറിഞ്ഞ് അത്ഭുതം തോന്നുന്നുവല്ലോ. ഇത് സത്യമാണെങ്കിൽ ഞാൻ ആ അസുരനെ വധിച്ച് ഏകാവലിയെ കൊണ്ടുപോരും. അവളെ തടങ്കലിൽ വെച്ചത് അറിഞ്ഞിട്ടും അവളുടെ അച്ഛൻ അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാത്തത് എന്തുകൊണ്ടാണാവോ? അതോ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടോ? നിന്റെ തോഴിയുടെ സൗന്ദര്യത്തെ പറ്റിയും സ്വഭാവത്തെ പറ്റിയും പറഞ്ഞത് കേട്ടിട്ട് എനിക്കും അവളിൽ അനുരാഗം തോന്നാൻ തുടങ്ങി കേട്ടോ. എങ്ങനെയാണ് ആ ദൈത്യന്റെ കോട്ടയിലേക്ക് എത്തിച്ചേരുക? നീ എങ്ങനെയാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്? അത് പറയൂ എന്ന് പറഞ്ഞു. പണ്ട് ബാല്യത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എനിക്ക് ദേവീ മന്ത്രം ബീജധ്യാനത്തോടുകൂടി ഉപദേശിച്ചിട്ടുണ്ട്. ആ മന്ത്രം ഞാൻ ജപിച്ചു. ആ ദേവി ഇഷ്ടദായിനിയാണ്. ഏതാപത്തിൽ നിന്നും ആ ദേവി തന്റെ ഭക്തന്മാരെ രക്ഷിക്കും. വിശ്വം സൃഷ്ടിച്ച് പരിപാലിച്ച് കാലമാക്കുമ്പോൾ സംഹരിക്കുകയും ചെയ്യുന്ന വിശ്വധാത്രിയാണ് ദേവി കേട്ടോ. ചുവന്ന പട്ടാമ്പരം ചാർത്തിയ ദേവി ഒരു മാസം ഞാൻ അവിടെ ഇരുന്ന് സ്മരിച്ചു ഉപാസിച്ചു. ഒരു രാത്രി സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു ദേവി. എന്താ പറഞ്ഞത്? വേഗം ഗംഗാതീരത്ത് പോകൂ. അവിടെ ഹൈഹേ രാജാവായ ഏകവീരൻ എത്തും. ദത്താത്രേയൻ എന്റെ മന്ത്രം ആ രാജകുമാരന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേവീര മന്ത്രം. അവൻ എന്നും ആ ദിവ്യമന്ത്രം കൊണ്ട് എന്നെ പൂജിക്കുന്നുണ്ട്. അവൻ നിന്റെ ദുഃഖങ്ങളൊക്കെ തീർത്തു തരും. ഭൂമാതിന്റെ മകനാണ് അവൻ. അവൻ ആ ദൈത്യനെ വധിച്ച് ഏകാവലിയെ രക്ഷിക്കും. മഹാലക്ഷ്മിയുടെ മകനാണ്. അതുകൊണ്ട് കുറച്ച് ശക്തിയും സാമർത്ഥ്യം കൂടുമല്ലോ. അങ്ങനെ അവനെ കൊന്നോളും എന്ന് പറഞ്ഞു.
സ്വപ്നത്തിൽ. അപ്പോഴേക്ക് ഞാൻ ഉണർന്നു. ഉറക്കത്തിൽ കണ്ടതും കേട്ടതും ഒക്കെ ഞാൻ ഏകാവലിയോട് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, വേഗം ഗംഗാതീരത്തേക്ക് പോകൂ. അംബിക പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും. അവളുടെ വാക്ക് കേട്ട് പോന്നതാണ് ഞാൻ. ദേവീ പ്രസാദം കൊണ്ട് മാർഗതടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ശരിയായ വഴി തെളിഞ്ഞു വരികയും ചെയ്തു. എൻ്റെ ദുഃഖം മുഴുവൻ ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇനി അങ്ങയുടെ വിശേഷങ്ങൾ സത്യമായി പറഞ്ഞാലും അങ്ങ് ആരാണ്, അങ്ങയുടെ അച്ഛൻ ആരാണ്, എല്ലാ കാര്യങ്ങളും ശരിയായി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവള് പറഞ്ഞു. അങ്ങനെ കാവലി ചരിതം എന്ന 22-ാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു നമ്മൾ. ഇനി ഈ ഹൈഹയനും ഈ രാജാവുണ്ടല്ലോ, ഈ രാജാവ് അവനുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ് ഇനി അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഹൈഹയനും കാലകേനും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം നാളെ നടക്കട്ടെ. ഇന്ന് നമുക്ക് എല്ലാം ഭഗവത് പാദത്തിൽ സമർപ്പിച്ച് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.